എല്ലാവർക്കും നമസ്കാരം. ഇന്നും ഞാൻ പതിവ് പോലെ തന്നെ നിങ്ങളോട് പറയാറുള്ളത് പോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ സോങ് പാടിയിട്ടുണ്ട്, ഒന്നല്ല രണ്ടെണ്ണം പാടിയിട്ടുണ്ട്. അപ്പോൾ അത് മ്യൂസിക്കൊന്നും ഇല്ലാതെ വോയിസ് റെക്കോർഡ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങളത് ആ വീഡിയോ നിങ്ങൾ കാണുക, എന്നിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ എഫക്റ്റ് എന്ന് നിങ്ങൾ വിലയിരുത്തുക. ഓക്കെ, നമ്മൾക്കെല്ലാവർക്കും വോയിസൊക്കെ പാടാൻ ഇഷ്ടമാണ്, അതായത് നമുക്ക് മ്യൂസിക്കൊന്നും ഇല്ലാതെ. ഇതെങ്ങനെയാണ് പാടിയിരിക്കുന്നതെന്നും ഇതിൻ്റെ സെറ്റിങ്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഉറവിടവും ഒക്കെ എവിടെയാണെന്നും ഞാൻ വരുന്ന വീഡിയോയിൽ, അതായത് ആ വോയിസ് നിങ്ങൾ കേട്ടതിന് ശേഷം വരുന്ന വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ കേൾക്കുക, കേട്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തുക. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യണോ, നിങ്ങൾക്കും ഇതുപോലെ പാടാൻ സാധിക്കണോ, നിങ്ങൾക്കും ഇതുപോലെ പാടാൻ കഴിയുമോ എന്നൊക്കെ നിങ്ങൾ വിലയിരുത്തുക. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്കും കൃത്യമായിട്ട് തന്നെ ഇതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഓക്കെ, എൻ്റെ അവതരണം എല്ലാവർക്കും ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്, എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനലിലെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉപകരിക്കുന്നു എന്നും ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഞാൻ അതായത് നമ്മുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ, നമ്മുടെ ഈ ചാനലിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ ടെലഗ്രാമിൻ്റെ ചാനൽ ലിങ്കും ടെലഗ്രാമിൻ്റെ പ്രൊഫൈൽ ലിങ്ക് എന്ന് പറയുന്നത് ചില ആളുകൾക്ക് പേഴ്സണലായിട്ട്, അതായത് നമ്പർ കാണിക്കാതെ ചാറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. കാര്യങ്ങളൊക്കെ അറിയാൻ, ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാനും ഉത്തരങ്ങൾ ലഭിക്കാനൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ടെലഗ്രാമിൽ എൻ്റെ ഐഡിയിൽ തന്നെ നിങ്ങൾക്ക് അൺനോൺ ആയിട്ട് വന്നിട്ട്, അതായത് നിങ്ങൾ നമ്പറൊന്നും കാണിക്കാതെ, ആരാണെന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്താതെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ഈ പാട്ടുകൾ കണ്ടിട്ട് പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിലയിരുത്തുക. എന്നിട്ടും നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ സാധിക്കും, ഷുവറാണ്. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. പുല്ലാനികൾ പൂത്തുലഞ്ഞിടും മേച്ചിൽ പുറം തന്നിലും ആകാശക്കൂടാര കീഴിലെ ആശാമരച്ചോട്ടിലും ഈ പാഴ്മുളം തണ്ട് പൊട്ടും വരെ ഈ ഗാനമില്ലാതെയാകും വരെ കുഞ്ഞാടുകൾക്കെന്നും കൂട്ടായിരുന്നിടും ഇടയന്റെ മനമാകുമേ പുല്ലാങ്കുഴൽ നാദമായി. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ, അതായത് ഞാൻ പാട്ടുപാടുന്ന ഈ വീഡിയോ കണ്ടു എന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് സ്മൂളിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. അതായത് സ്മൂളിൽ നമുക്കൊരു ഓപ്ഷനുണ്ട് ഇങ്ങനെ പാടാൻ. ഓക്കെ, ഇതെങ്ങനെയാണ് പാടുന്നത് എന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതെങ്ങനെയാണ് നമ്മൾ പാടേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ്, അതായത് എഫക്റ്റൊക്കെ എങ്ങനെയാണ് സെറ്റിങ്സ് ചെയ്യുന്നത് എന്നെല്ലാം ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും മൊബൈലിൽ തന്നെ, നമ്മളെല്ലാവരും പലപ്പോഴും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മൊബൈലിൽ തന്നെ ഏതെങ്കിലും ആപ്പ് ഉപയോഗിച്ചിട്ട്, അതായത് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ആപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ ഇൻബിൽട്ട് ആയിരിക്കും റെക്കോർഡിംഗ് ഓപ്ഷൻ. ഓക്കെ, അതിൽ തന്നെ. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലൊരു എഫക്റ്റ് കിട്ടാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാവും, കിട്ടാറില്ല. പിന്നെ ചില ആപ്പുകൾ തരുമെങ്കിലും പക്ഷേ ഇത്രയും നല്ല പ്യൂറായിട്ടുള്ള എഫക്റ്റ് കിട്ടില്ല. സ്മൂളിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ പോവുക. ആ ലിങ്ക് ഫസ്റ്റ് തന്നെ ആ ലിങ്കാണ്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ഇതുപോലെ നിങ്ങൾക്ക് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട്, എപ്പോഴും നമ്മൾ മ്യൂസിക്കിനെ ഒന്നും ആശ്രയിക്കേണ്ടെന്നേ, ഇടയ്ക്ക് ഇതുപോലെ
പിന്നെ വോയിസ് റെക്കോർഡൊക്കെ ചെയ്തിട്ട് ഇടയ്ക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ വീഡിയോ സ്റ്റാറ്റസും അങ്ങനെയൊക്കെ ഇടുക. എല്ലാ ഫ്രണ്ട്സുകളെല്ലാം കാണട്ടെ. എന്നാൽ തന്നെ നമുക്കും വോക്കലായിട്ടൊരു എക്സസൈസും കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് എല്ലാം കിട്ടുള്ളൂ. അപ്പം ഈ കാര്യങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക. അപ്പം നിങ്ങളുടെ കഴിവിനെല്ലാം ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും ഒത്തിരി 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 സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാവും. നന്ദി, നമസ്കാരം. പൂവിനെ തൊട്ട് തഴുകിയുണർത്തുന്ന സൂര്യകിരണമായി വന്നു. പൂവിനെ തൊട്ട് തഴുകിയുണർത്തുന്ന സൂര്യകിരണമായി വന്നു. വേനലിൽ വേവുന്ന മണ്ണിനു ദാഹനീരേകുന്ന മേഘമായി വന്നു. പാടിത്തുടിച്ചു കുളിച്ചു കേറും തിരുവാതിര പെൺകിടാവോർത്തു നിന്നു. ഓർമ്മകൾക്കെന്തു സുഗന്ധം, എന്നാത്മാവിൻ നഷ്ടസുഗന്ധം, എന്നാത്മാവിൻ നഷ്ടസുഗന്ധം. പൂമകൾ വാഴുന്ന കോവിലിൽ നിന്നൊരു സോപാന സംഗീതം പോലെ കന്നിത്തേളി മഴ പെയ്ത നേരം എന്റെ മുന്നിൽ നീയാകെ കുതിർന്നു നിന്നു. നേർത്തൊരു ലജ്ജയാൽ മൂടിയോരാമുഖം ചേർത്തു ഞാനും കുളിരാർന്നു